ഹായ് ഗായ്സ്. അപ്പം നമ്മളിന്ന് എവിടെയാണ്? പടവലങ്ങ പറിക്കാൻ പോവാണ്. അപ്പം പപ്പ തന്നൊരു ചാലഞ്ചൊന്നുമല്ല. പപ്പ ഇങ്ങനെ പടവലങ്ങ പറിക്ക് ഏണ്ട് എന്തോ ആവശ്യത്തിനാണെന്നൊക്കെയാണ് പറഞ്ഞത്. സോ നമുക്കിന്ന് പടവലങ്ങ പറിക്കുന്നത് എങ്ങനെയാണെന്നും പടവലങ്ങ നമ്മുടെ കൃഷിയിടത്തിലേക്കൊരു യാത്ര, ആ ഒരു രീതിയിൽ നമുക്കിന്ന് ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ പടവലങ്ങ പറിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പടവൽ നോട്ടം. അപ്പം നമ്മൾ പടവലങ്ങ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നുണ്ട്, പിന്നുമാണ് നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ. ചേട്ടായുണ്ട്, ചേട്ടായി പക്കറ്റ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പടവലങ്ങ പറിച്ചു നോക്കണം. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. ഞാൻ ഓൾറെഡി തുടങ്ങിയിരിക്കുകയാണ്. സോ നമുക്ക് പടവലങ്ങ പറിച്ചു തുടങ്ങാം. ഓക്കെ. അതെ, ആദ്യമായിട്ട് പടവലങ്ങ പഠിക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നമ്മളിങ്ങനെ അതുപോലെ കൂടാദ്യം മാറ്റിയിട്ട് വേറെ ചെറുതായിട്ടുള്ള പടവലങ്ങയിലോട്ട് നമ്മൾ ഈ കൂടെടുത്തു. പിന്നെ അതാ ഇതുപോലെ കണ്ടോളൂ. അത്യാവശ്യം നല്ല വലിയ പടവലങ്ങയുണ്ട്. വലിയ പടവലങ്ങ നോക്കിയിട്ട് നമ്മളൊരു 30 പടവലങ്ങയാണ് ഇന്ന് പറിക്കുന്നത്. എന്നാലും ഇന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നാളെ ഞായറാഴ്ചയാണ്. സോ നമുക്ക് വലിയ തരക്കേടില്ലാത്ത ഒരു 30 പടവലങ്ങ നമുക്ക് നോക്കി പറിക്കാം. 25 മതിയോ? ഓക്കെ, 25 പടവലങ്ങ വേണം. നമുക്ക് 30 പറിച്ചേക്കാം. ബാക്കി കറി വെച്ച് തിന്നാലോ. ഈ പടവലങ്ങയെ പറ്റി പറയാൻ നമുക്ക് എന്നാ പറയാനുള്ളത്? വളരെ ഔഷധ ഗുണവും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഉചിതവുമായൊരു സാധനമാണ് പടവലങ്ങ. നമ്മുടെ ആരോഗ്യ ഡോക്ടറാണ് വന്നിരിക്കുന്നത്. പുള്ളിക്ക് അറിയാം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കും. പക്ഷെ നമ്മൾ പുള്ളിയോടൊന്നും ചോദിക്കണ്ട. ഞാനിത് ചെറുപ്പം തൊട്ട് ഈ പടവൽ കൃഷിയും ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വളർന്നു വന്നത്. പറയുന്നത് നമ്മൾ തള്ളിക്കയറ്റത് അല്ല, സത്യമായിട്ടും ഞാനിവിടെ എന്തായാലും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നു. അതുപോലെ എന്നാ പറയാം, ഈ പടവലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തും വീഡിയോ മാത്രം നടക്കണമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയാം. ഈ പടവലിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ പണ്ട് തൊട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കൃഷിയൊക്കെ ചെയ്ത് തന്നത്. 60 ദിവസമാണ് നമ്മൾ കൂരി വിട്ടിട്ട് പടവലം മുളച്ച് തട്ടേ കയറാൻ വേണ്ടി വരുന്ന സമയം. തട്ടേ കയറല്ല, മുളച്ച് വരാനുള്ള സമയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഞാൻ കൊച്ചാണ് തൊട്ട് പപ്പ പറഞ്ഞായിട്ട് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന് മെയിനായിട്ട് ഇടുന്ന വെച്ചാൽ വേപ്പ് പിണ്ണാക്ക്, ചാണാപ്പൊടി, കത്തി വെക്കില്ല, കത്തിയോ, വേപ്പ് പിണ്ണാക്ക്, ചാണാവെള്ളം, പിന്നെ എന്നാ നെല്ലുപൊടി. ഓക്കെ, സാധനം കിട്ടിയിരിക്കുകയാണ്. നല്ല സ്മെല്ലുണ്ട്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് സാധനത്തിൽ. എല്ലാവരും ഇതുപോലെ, ഇത് മെയിനായിട്ട് നമ്മൾ ജൈവ കൃഷിയാണ്. നമ്മളങ്ങനെ എല്ലാം എന്താ ജൈവമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, ചാണാപ്പൊടി, അതുപോലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കൃഷിക്ക് നമ്മൾ വളമായിട്ടുന്നത്. അല്ലാതെ വേറെ രാസവളങ്ങളൊന്നും അതൊന്നും കൂടെ മതി, ഞാൻ പിടിച്ചോ. അപ്പം വേറെ നീ ഇടയ്ക്ക് കയറി വരുന്നുണ്ടല്ലോ. വേറെ രാസവളങ്ങളൊന്നും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നില്ല. ഈ വെയിലത്ത്, ഈ കൊടും വെയിലത്ത് നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് എൻ്റെ ഒരു ചേതോവികാരം എനിക്ക് മനസ്സിലാവില്ല. എന്നാലും പിന്നെ അതുപോലെ നമ്മൾ വേറെ രാസവളങ്ങൾ നമ്മളധികം ഉപയോഗിക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ ജൈവ വളങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. വഴിയെ പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പാട്ടോ, ജൈവ വളങ്ങളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ വീട് ഈ പ്ലോട്ട് തൊട്ടപ്പുറത്താണ് നമ്മുടെ വീട്. സോ നമ്മുടെ വെള്ളം, നമുക്ക് ആവശ്യത്തിനധികം വെള്ളമുണ്ട്. സോ നമ്മളെപ്പോഴും രാവിലെ വൈകുന്നേരമൊക്കെ നനയ്ക്കും. ഞാനും അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ചേട്ടായി നനയ്ക്കും, ഇല്ലേ പപ്പ നനയ്ക്കും, പിന്നെ മമ്മി നനയ്ക്കും. ചേച്ചി ഇവിടെ ഉണ്ടാകാറില്ല, അവള് അങ്ങനെ നനയ്ക്കാറുമില്ല. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നെ കൊണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളാണ് നനയ്ക്കലും. പിന്നെ എന്താ പറയുക, ഇപ്പം പന്തൽ ഈയിടെ ഇട്ടതേ ഉള്ളൂ. പന്തലിട്ടത് ഇപ്പോൾ 2ാമത്തെ കൃഷിയാണ്. ഈ പന്തലിട്ട് നമ്മൾ മാക്സിമം ഒരു 5 കൃഷി വരെ ഈ ഒരു പന്തലിൽ തന്നെ നമ്മൾ പോകും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കൃഷി തന്നെ ഒറ്റയ്ക്ക് ചെയ്തില്ല, മാറി കൃഷികളാണ്. ഇതിനു മുമ്പ് ഇവിടെ കോവലായിരുന്നു, ഇപ്പം പടവലായി, അത് കഴിഞ്ഞ് പാവലാവും. പിന്നെ അതിന് മുമ്പ് ഇതുണ്ടായിരുന്നു, നമ്മുടെ പീച്ചിലുണ്ടായിരുന്നു. പീച്ചിൽ എന്ന സാധനം എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. പീച്ചിൽ നല്ലൊരു അടിപൊളി സാധനമാണ്. എന്താ പറയുക, ഇതുപോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അതായിരുന്നു ഇതിന് മുമ്പത്തെ കൃഷി. മതിയല്ലേ? അപ്പം നമ്മുടെ ചേട്ടാ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ആയി. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പടവലങ്ങ കുറച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് പറക്കുകയും ചെയ്യാം, വ്ലോഗ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം
എന്താണ് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ കൂട് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വന്നോളൂ. നമ്മൾ ആദ്യം കൂടിങ്ങനെ ഊരുന്നു. കൂടിങ്ങനെ ഊരിയിട്ട് അസിസ്റ്റൻറ്റ് പറിച്ചോളും കേട്ടോ. ഇതിങ്ങനെയാണത് പറിക്കുന്നത്, മനസ്സിലായല്ലോ. ഇതാണ് നല്ല ഒത്ത പടവലങ്ങ. ഇതിൽ നല്ല പടവലങ്ങ ഉണ്ട്, ഇല്ലെന്നല്ല. ഇത് നമ്മൾ ആക്ച്വലി ഈ പടവലം തീർന്നു, നമ്മൾ എന്തായാലും ഇത് ആക്ച്വലി തീർന്ന മട്ടാണ്. ഇനി അടുത്ത കൃഷി എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്ത് കോവലിടാൻ പോവാന്നാണ് പറഞ്ഞത്. ബിക്കോസ് കോവലാണ് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുന്നൊരു കൃഷി. ഒരുപാട് നാളെ കൃഷി ലാസ്റ്റ് ചെയ്യും, നമുക്ക് അത്രയും ആദായം അതിൻ്റെ അന്ന് കിട്ടും. എന്നാൽ ഇച്ചിരി നനയ്ക്കുക, ഇതുപോലെ വളങ്ങളിടുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഇതുപോലെ കൂട് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. പിന്നെ ഈച്ച ശല്യം കോവലിന് അത്ര വലിയ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും പറിച്ചിട്ടുണ്ടോ? യെസ്, ഒരു ഭാഗ്യം വെച്ചോണ്ട്. അപ്പം പപ്പ പടവലങ്ങയായിട്ടും പടവലങ്ങയായിട്ട് എവിടെ പോയി ഇന്ന് മണം ഉണ്ടോ വീട്? ഒരു രസം, നല്ല മണം കേട്ടോ. അപ്പം പിന്നെ പപ്പ പടവലങ്ങയായിട്ട് ചന്തയിൽ പോയിട്ടുണ്ട്. നാളെ ചന്തയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പടവലങ്ങ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.